ഓക്കെ, ഫൈൻ. ഇന്ന് ഡേറ്റ് വന്നിട്ട് 21/7/2025. സോ ഇന്നത്തെ നിഫ്റ്റിയുടെ മാർക്കറ്റിൽ എനിക്ക് നല്ലതെന്ന് തോന്നിയൊരു എൻട്രി ഞാൻ പറയാം. സോ ഒരു നിഫ്റ്റി ആദ്യമേ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിരുന്നു 9:15 മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം നല്ലൊരു ലോ ക്രിയേറ്റ് ചെയ്തിരുന്നു. സോ എനിക്ക് നല്ലൊരു എൻട്രി ആയിട്ട് തോന്നിയൊരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചാണ്. ഈ ഒരു റേഞ്ചാണ്. ഓക്കെ, ഈ ഒരു റേഞ്ചാണ്. ഓക്കെ, കാരണം ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലും ഫോം ആയിട്ടുണ്ട്. സോ ഇതൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലും ഫോം ആയിട്ടുണ്ട്. സോ ഞാനിതൊരു നല്ലൊരു എൻട്രി ആയിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ പരിഗണിക്കും. ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത ശേഷം ഇവിടുന്ന് എൻട്രി എടുത്തിട്ടുണ്ടാവും. ഇതിൻ്റെ പില്ലോ ഞാൻ സ്റ്റോപ്പ് ലോസും ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. സോ ഇത് മാത്രമാണ് എനിക്കിന്ന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഫീൽ ആയത്. ഓക്കെ, ഇതിന് ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഡേ ഹൈയും എടുത്തിട്ടുണ്ട്. ആൻഡ് പിന്നെ അതിന് ശേഷം മാർക്കറ്റ് ഏറെക്കുറെയൊക്കെ സൈഡ് വൈസ് ആണ്. ഓക്കെ, ഫൈൻ. നമുക്കൊരു എപ്പോഴും ഈ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 11 മണിക്കുള്ളിൽ ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് നിർത്തുന്നതായിരിക്കും നല്ലത്. കാരണം അതിനപ്പുറത്തോട്ട് ട്രേഡിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവില്ല എന്നല്ല, പക്ഷെ ഞാൻ കൂടുതലും ഒരു 11 മണി 12 മണിക്കുള്ളിൽ ട്രേഡ് ചെയ്ത് നിർത്തുന്നതാണ് എൻ്റെ പതിവ്. അങ്ങനെയാണ്. സോ മാർക്കറ്റിൻ്റെ ഹൈ എടുത്ത ശേഷവും ഇവിടെ ലിക്വിഡിറ്റി ഒന്നും വർക്കാവുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ ലിക്വിഡിറ്റി ഒന്നും വർക്കായില്ല. ഇവിടെ നിന്ന് താഴോട്ട് വീണ്ടും വരുന്നു വിചാരിച്ചു, പക്ഷേ വന്നില്ല. മാർക്കറ്റ് വീണ്ടും മേലോട്ട് തന്നെ അവിടെ കുറേ നേരം സൈഡ് വൈസ് ആയിട്ട് പിന്നീട് മാർക്കറ്റ് താഴോട്ട് വരികയാണ് ചെയ്ത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നന്നായി അത്യാവശ്യം താഴോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ആ റേഞ്ചിൽ തന്നെ കിടന്ന് ഒരുപാട് നേരം മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ ഒന്നും എനിക്കൊരു എൻട്രിയും നല്ലതെന്ന് തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ അതിന് ശേഷം മാർക്കറ്റ് നോക്കിയിട്ടില്ല. സോ ഇത് മാത്രമാണ് എനിക്ക് നന്നായി തോന്നിയൊരു എൻട്രി. ആൻഡ് ഡേ ക്യാൻഡിൽ വെച്ച് നോക്കാം. ഡേ ക്യാൻഡിൽ ഓക്കെ. സോ ഇന്ന് ഗ്രീനിലാണ് മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത്. മേ ബി നാളെ ബുള്ളിഷ് ആവാനുള്ള സാധ്യതയുണ്ടാവും ചിലപ്പോൾ. മേ ബി. ഓക്കെ, that's it.